ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് നട്ഷൽ ലൈൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ GR ഇന്ദുഗോപൻ എഴുതിയ വിലായത്ത് ബുദ്ധ എന്ന നോവലിൻ്റെ ഒരു സമ്മറി പാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നോവലിൽ പ്രധാനമായിട്ട് വരുന്ന കഥാപാത്രങ്ങളാണ്, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് വിലായത്ത് ബുദ്ധ എന്ന നോവലിലുള്ള കഥാപാത്രങ്ങളെയാണ്. ഈ ഒരു നോവൽ വളരെ ചെറിയൊരു നോവലാണ്. ഏകദേശം 32 അധ്യായങ്ങൾ മാത്രമാണ് ഈ ഒരു നോവലിലുള്ളത്. അപ്പം ചെറിയൊരു നോവലായതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഇല്ല. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ് അവയെല്ലാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, ആദ്യത്തെ കഥാപാത്രം ഭാസ്കരൻ സാറാണ്. ഭാസ്കരൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ആ ഒരു കഥാപാത്രം ഈ പറഞ്ഞ പോലെ കർക്കശക്കാരനായ അല്ലെങ്കിൽ വളരെയധികം കുട്ടികളെ ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വളരെയധികം ചിട്ടയോടെ ക്ലാസ് മുറി കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ്. ഒരു സ്കൂൾ മാഷാണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, നല്ലൊരു വ്യക്തിത്വമുണ്ട്, നാട്ടിൽ അത്യാവശ്യം നിലയും വിലയും ഒക്കെയുള്ളൊരു മനുഷ്യനാണ്. അയാൾ പാർട്ടി പ്രവർത്തകനാണ്. അതുപോലെ തന്നെ സഹകരണ സംഘത്തിൻ്റെ ഒക്കെ പ്രസിഡൻ്റാണ്. അങ്ങനെ വലിയ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പേരും പെരുമയുമുള്ള ഒരു നാട്ടിലുള്ള ഒരു സാധാരണക്കാരനായ ഒരു അധ്യാപകനാണ് ഭാസ്കരൻ സാർ എന്ന് പറയുന്നത്. ഭാസ്കരൻ സാറ് ഈ പൊതുപ്രവർത്തകനായിട്ട് ഇറങ്ങിത്തിരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പാമ്പ് കടിയേറ്റ് മരിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് സാറിൻ്റെ ആ ഒരു ചിട്ടയും അല്ലെങ്കിൽ ആ ഒരു കുറച്ചും കൂടി ആ ഒരു സൗമ്യമായ സ്വഭാവത്തിലേക്ക് വന്നത് ഭാര്യയുടെ വേർപാടിന് ശേഷമാണെന്ന് നോവലിൽ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആ ഒരു വേർപാട് മറക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം അദ്ദേഹം പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു നല്ലൊരു സ്കൂൾ മാഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡബിൾ മോഹനൻ്റെ ആ ഒരു തിരിച്ചുവരവ്. അതായത് ഭാസ്കരൻ സാറ് അറിയാതെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെമ്പകം എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ വീടിന് പിന്നിലുള്ള കക്കൂസ് ടാങ്കിൽ വീഴുന്നു. അങ്ങനെ നാട്ടിൽ നിലയും വിലയും ഉണ്ടായിരുന്ന ഈ ഭാസ്കരൻ സാറിന് ഒരൊറ്റ നിമിഷത്തിൽ തീട്ടം ഭാസ്കരൻ എന്ന ഇരട്ടപ്പേര് വീഴുന്നു. ആ ഒരു പേര് മാറ്റാൻ അയാൾ കഷ്ടപ്പെടുകയാണ്. പെടാപ്പാട് പെടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്നൊരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ ചന്ദനമരം നട്ട് വളർത്തുന്നത്. പിന്നെ മോഹനൻ്റെ ആ ഒരു വരവോടുകൂടിയാണ്, മോഹനൻ വന്ന് ഈ ചന്ദനത്തിന് വില പറയുന്നതോടുകൂടിയാണ് അയാളുടെ പഴയ സ്വഭാവം, അയാളുടെ ആ കൊള്ളക്കാരൻ അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്നുള്ള ഒരു വില്ലൻ കഥാപാത്രമായിട്ട് നമ്മളുടെ മാഷ്, അതായത് ഭാസ്കരൻ സാറ് മാറുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് ഭാസ്കരൻ സാറിൻ്റെ കഥാപാത്രം. അതുപോലെ തന്നെ വളരെയധികം ഈ പറഞ്ഞ പോലെ സുഗന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വം പിന്നീട് ദുർഗന്ധത്തിലേക്ക് പോകുന്നു. ആ ഒരു രീതി കൂടി അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഓർക്കണം. ഭാസ്കരൻ സാർ അത്യാവശ്യം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരൊറ്റ നിമിഷം കൊണ്ട് അയാളുടെ പേരും പ്രശസ്തിയൊക്കെ താഴെ പോകുന്നു. അപ്പോൾ ആ ഒരു സുഗന്ധത്തിൽ നിന്നുള്ള ദുർഗന്ധത്തിലേക്കുള്ള ആ ഒരു വരവ്, അത് ഈ കഥാപാത്രത്തിനെ നമുക്ക് മികച്ചതായിട്ട് അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റുന്നതാണ്. ഭാസ്കരൻ സാറിനൊരു മകനുണ്ട്. മകൻ്റെ പേര് അനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഭാസ്കരൻ സാറിനെ പറ്റി പറയാനുള്ളത്. അടുത്തൊരു കഥാപാത്രം എന്ന് പറയുന്നത് മോഹനനാണ്. മോഹനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് 2 പേര് നോവലിൽ പറയുന്നുണ്ട്. അവൻ്റെ ഇരട്ടപ്പേരെന്ന് പറയാൻ പറ്റത്തില്ല, അവൻ്റെ വിളിപ്പേര്, അതായത് ഡബിൾ മോഹനൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ സാൻഡൽ മോഹനൻ എന്ന് പറയുന്നുണ്ട്. അതായത് അവൻ ഈ ചന്ദനം കടത്തിക്കൊണ്ടുപോകുന്ന സംഘത്തിലെ ഒരാളാണ്. രാത്രിയിലാണ് അവൻ്റെ ബിസിനസ് എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു സമയത്തൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഭാസ്കരൻ സാറിൻ്റെ. പക്ഷേ ടെസ്റ്റ് പേപ്പറിന് മാർക്ക് കുറഞ്ഞത് കാരണം സാർ അവനെ
ശകാരിക്കുന്നുണ്ട്. സാറിനോട് തറുതല പറയുന്നത് സാറിന് ദേഷ്യം വന്നിട്ട് സാർ എന്ത് ചെയ്യുന്നു, ചൂരൽ കൊണ്ട് അടിക്കുന്നു. ആ ചൂരലിൻ്റെ ആ ഒരു അറ്റം അവൻ്റെ പുരികത്തെ കോർക്കുന്നു. അങ്ങനെ ചോര ഒഴുകുന്നു. അങ്ങനെ നമ്മുടെ ഒരു സാധാരണ, അതായത് വല്ലപ്പോഴും ചന്ദനം കടത്തുന്ന ആളുകളെ സഹായിച്ചിരുന്ന, വെറുതെ ഒരു ചെറിയൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു ജോലി പിന്നീട് ഉപജീവന മാർഗമായിട്ട് മാറ്റേണ്ടി വരുന്ന മോഹനനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഭാസ്കരൻ സാറിൻ്റെ ആ ഒരൊറ്റ ക്ലാസ്സിൽ നിന്നുള്ള മോശമായ ഇടപെടൽ, അല്ലെങ്കിൽ ആ ചൂരൽ ഈ പറയുന്ന പോലെ നെറ്റിയിൽ കോർത്ത് അല്ലെങ്കിൽ സാറുമായിട്ടുണ്ടായിരുന്ന ഏറ്റുമുട്ടലിലാണ് അവൻ പഠിത്തം നിർത്തുന്നത്. അങ്ങനെ മോഹനൻ സാറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊള്ളക്കാരനാക്കുകയാണ്, നിങ്ങളാണ് എൻ്റെ ഭാവി തൊലയ്ക്കുന്നതെന്ന് അവൻ ഒരു സന്ദർഭത്തിൽ നോവലിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് മോഹനൻ എന്ന് പറയുന്ന കഥാപാത്രം. മോഹനൻ ഒരു കൊള്ളക്കാരനാണ്, ചന്ദനം കടത്തുന്ന സംഘത്തിലെ ഒരാളാണ്. അവൻ്റേതായിട്ടുള്ളൊരു വീറും വാശിയൊക്കെ ഉണ്ട്. ഒരു പുതിയ കാല വില്ലൻ നമുക്ക് പറയാൻ പറ്റും. അതായത് സൗന്ദര്യം ഉണ്ടോ എന്ന് വെച്ചാൽ സൗന്ദര്യമുണ്ട്, തത്വചിന്ത ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, അതുപോലെ തന്നെ നർമ്മബോധമുണ്ട്. സാറിനോട് എന്താ പറയുക, നർമ്മം കലർന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ട് പലപ്പോഴും, ചന്ദനത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയ കാല വില്ലൻ, എല്ലാ ഗുണങ്ങളുമുള്ള ഒരു വില്ലനാണ് നമ്മുടെ മോഹനൻ എന്ന് പറയുന്ന കഥാപാത്രം. അങ്ങനെ മോഹന് ഈ പറഞ്ഞ പോലെ ഡബിൾ മോഹനൻ എന്നും സാൻഡൽ മോഹനൻ എന്നൊക്കെ പേരുകൾ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മോഹനൻ്റെ ആ ഒരു ഇടപാടിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ഭാസ്കരൻ സാറ് ഒരു വില്ലനായിട്ട് മാറുന്നത്. മോഹനനും ഭാസ്കരൻ സാറും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വീറും വാശിയും ഒക്കെ ഈ അവസാന ഭാഗം വരെ, നോവലിൻ്റെ അവസാന ഭാഗം വരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ള കഥാപാത്രം എന്ന് പറയുന്നത് അനി എന്ന് പറയുന്ന കഥാപാത്രമാണ്. അനി ഭാസ്കർ, അതായത് നമ്മുടെ ഭാസ്കരൻ സാറിൻ്റെ മകനാണ്. അനി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോഹനൻ്റെയും അതുപോലെ തന്നെ ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യത്തിൻ്റെ കൂടെയൊക്കെ പഠിച്ചൊരു ഒരു ആൾ തന്നെയാണ്. അനി ഒരിക്കലും തൻ്റെ അച്ഛൻ്റെ ഈ ഒരു തീരുമാനത്തെ, അതായത് കക്കൂസ് ടാങ്കിൽ വീണ തൻ്റെ അച്ഛൻ നാട്ടുകാരുടെ ആ ഒരു കളിയാക്കൽ, അല്ലെങ്കിൽ നാട്ടുകാരുടെ ആ ഒരു അപമാനിച്ചു വിട്ടതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ആ ഒരു കാര്യത്തെ അനി ഒരിക്കലും പിന്താങ്ങുന്നില്ല, അല്ലെങ്കിൽ അനി ഒരിക്കലും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അനി കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു സംസാരം നടക്കുന്നത് മോഹനൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അനി പലപ്പോഴും ഭാസ്കരൻ സാറിനോട് പറയുന്നുണ്ട്, അച്ഛൻ വേണ്ടാത്ത പണിക്കാണ് നിൽക്കുന്നത്, മോഹനനെ അച്ഛൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, അച്ഛൻ ഇത് നിർത്തിക്കൂടെ, അച്ഛൻ എന്തിനാണിത് നടക്കുന്നത് എന്ന് അനി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതായത് ഒരിക്കൽ പോലും മോഹനനെ തിരുത്താനായിട്ട് അനി ശ്രമിക്കുന്നില്ല. അനി എപ്പോഴും തൻ്റെ അച്ഛനെയാണ് തിരുത്താൻ ശ്രമിക്കുന്നത്. അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ വേണ്ടാത്ത വാശിയാണിത് എന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് അനിയാണ്. അല്ലെങ്കിൽ മോഹനനെ എപ്പോഴും ഒരു നല്ല സുഹൃത്തായിട്ട് തന്നെ അനിയുണ്ട്. അതായത് സ്വന്തം അച്ഛനെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അച്ഛനെ ഒരിക്കലും തൻ്റെ ഭാഗത്ത് നിർത്താതെ അച്ഛൻ്റെ ശത്രുവായിട്ടുള്ള മോഹനനെ, തൻ്റെ സുഹൃത്തിനെ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ഒരു കഥാപാത്രമാണ് അനി എന്ന് പറയുന്ന കഥാപാത്രം. ഇനി അടുത്ത കഥാപാത്രം ചെമ്പകമാണ്. ചെമ്പകം എന്ന് പറയുന്നത് ആ ഒരു നാട്ടിലെ ഏറ്റവും മോശമായ സ്ത്രീ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഭാഗത്ത്, നോവലിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, ചെമ്പകത്തിൻ്റെ റെക്കോർഡ് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് ഭാസ്കരൻ സാറ് ചെമ്പകത്തെ കാണുമ്പോൾ തല താഴ്ത്തി പോകുന്നത്, അല്ലെങ്കിൽ ചെമ്പകത്തിന് മുഖം കൊടുക്കാത്തത്. കാരണം ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീകൾ പല പുരുഷന്മാരായിട്ട് ബന്ധമുള്ള സ്ത്രീയാണ്. അങ്ങനെയുള്ള കഥാപാത്രമാണ് ചെമ്പകം. പക്ഷേ എപ്പോഴും ഭാസ്കരൻ സാറിനെ ആ ഒരു അധ്യാപകനാണ് എന്നുള്ളൊരു ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ചെമ്പകത്തിൻ്റെ കഥാപാത്രം. അതുപോലെ തന്നെ അടുത്തൊരു കഥാപാത്രമാണ് ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ മോഹനൻ്റെ കാമുകിയാണ്. അതുപോലെ തന്നെ ചെമ്പകത്തിൻ്റെ മകളാണ്. ചൈതന്യം എപ്പോഴും അമ്മയ്ക്ക് ഇത്രയും ചീത്തപ്പേരുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും മകൾക്കും അത്തരത്തിലുള്ള ചീത്തപ്പേര് ജന്മന വീഴും. അപ്പോൾ അതുകൊണ്ട് ഈ ചൈതന്യത്തിന് ഈ പറഞ്ഞ പോലെ ആ ഒരു പേര് മാറ്റണം എന്നുള്ളൊരാഗ്രഹം അതിയായുണ്ട്. അപ്പോൾ മോഹനൻ്റെ കാമുകിയായപ്പോൾ മോഹനൻ പറയുന്നുണ്ട്, നിൻ്റെ പേര് ഞാൻ ഈ പറഞ്ഞ പോലെ ആട്ടുമല എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഭാഗത്തുള്ള ആ ഒരു സ്ഥലം വെട്ടിയൊതുക്കിയിട്ട് അതിനെ ചൈതന്യമല എന്ന് ഞാൻ പേരിടും എന്ന് നമ്മുടെ
കഥാപാത്രമായിട്ടുള്ള മോഹനൻ പറയുന്നുണ്ട്. അവളത് സമ്മതിക്കുന്നുമുണ്ട്. കാരണം അവൾക്കത് ഭയങ്കര ആഗ്രഹമുണ്ട്. തൻ്റെ അമ്മയുടെ ആ ചീത്തപ്പേര്, അല്ലെ തനിക്കുണ്ടായ ഈ ചീത്തപ്പേര് ഈ നാട്ടുകാരുടെ മുമ്പിലൊന്ന് തെളിയിക്കണം, അത് മാറ്റണം എന്നുള്ളത് അവൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ തൻ്റെ പേരിലൊരു മല, അത് ചൈതന്യമല എന്ന് പറയുമ്പോൾ അത് ശരിക്കും അവളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അവളുടെ കാമുകൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദുർഗന്ധം മാറ്റി ഈ പറഞ്ഞ പോലെ സുഗന്ധം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കഥാപാത്രമായിട്ട് നമുക്ക് ചൈതന്യത്തെ പറയാം. എന്നാൽ ഭാസ്കരൻ സാറും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സുഗന്ധമായിരുന്നു, പിന്നീട് ദുർഗന്ധം ആയപ്പോയ ഒരു കഥാപാത്രമാണ്. അപ്പോൾ രണ്ട് വിപരീതമായിട്ടുള്ള ദിശയാണ്. അതായത് ഭാസ്കരൻ സാറാണെങ്കിൽ സുഗന്ധപൂരിതമായ ഒരാൾ ദുർഗന്ധത്തിലേക്ക് കടന്നു വരുന്നു. ചൈതന്യം എന്ന് പറയുന്നത് നേരത്തെ ദുർഗന്ധം വമിക്കുന്ന ഒരു കഥാപാത്രം അത് സുഗന്ധത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നു. അതായത് ഒരു പരിവർത്തനം, ഒരു മാറ്റമാണ് രണ്ട് കഥാപാത്രങ്ങളും ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറെയും ചില, അതായത് അധികം നമുക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രം. ഈ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് തയ്യക്കാരൻ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഭാസ്കരൻ സാറ് ഈ കക്കൂസ് ടാങ്കിൽ വീഴുന്നത്. അപ്പോൾ ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. അയാൾ പിന്നീട് പ്രതിപക്ഷത്ത് നിൽക്കുന്നു. അങ്ങനെ അയാൾ ഇലക്ഷന് ജയിക്കുന്നു. നമ്മുടെ ഭാസ്കരൻ സാറിൻ്റെ ആ ഒരു സ്ഥാനം പിന്നീട് കിട്ടുന്നത് ഉതുപ്പാനാണ്. പക്ഷേ കഥയുടെ അവസാന ഭാഗത്ത് ഉതുപ്പാൻ വന്ന സാറിനോട് ക്ഷമാപണമൊക്കെ നടത്തുന്നുണ്ട്, എനിക്ക് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയുന്നു. അതുപോലെ അടുത്ത കഥാപാത്രം കാക്കിപ്പാപ്പു എന്ന് പറയുന്ന കഥാപാത്രമാണ്. അയാളും പ്രതിപക്ഷ ഭാഗത്തുള്ളത് തന്നെയാണ്. അയാൾ ഈ പോക്സോ കേസിൽ പിടിക്കപ്പെടുന്നു. അങ്ങനെ അയാളുടെ പതനം വരുമ്പോഴാണ് വീണ്ടും നോവലിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ കഥാപാത്രമായ ഭാസ്കരൻ സാറ് പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്. അതുപോലെ ശിഷ്യൻ ബാബു, അതായത് സാറിൻ്റെ ഒരു ശിഷ്യനാണ് ബാബു. ബാബുവാണ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വന്ന് സാറിനെ അറിയിക്കുന്നത്. മോഹനൻ്റെ ഓരോ നീക്കങ്ങളും വ്യക്തമായിട്ട് നോക്കുന്ന ഒരു കഥാപാത്രമാണ് ബാബുവാണ് എല്ലാ വിവരങ്ങളും സാറിനെ അറിയിക്കുന്നത്. അതുപോലെ പാർട്ടി അംഗം പീറ്റർ വന്നിട്ടാണ് സാറിനോട് പറയുന്നത്, സാർ ഈ വീറും അല്ലെങ്കിൽ ഈ വൈരാഗ്യമൊക്കെ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് ഈ തീട്ടക്കേസ്, അങ്ങനെ തന്നെയാണ് പറയുന്നത്, അത് വേണ്ടാന്ന് വെച്ചിട്ട് സാറ് ഈ മാനക്കേടിൽ നിന്നൊന്നും മാറാൻ വീണ്ടും ഒന്ന് തിരിച്ചു വന്നൂടെ പാർട്ടിയിലേക്ക് എന്ന് ഒരു ചെറിയൊരു സജഷൻ അല്ലെങ്കിൽ ഒരു മാർഗരേഖ കാണിച്ചു കൊടുക്കുന്നത് പാർട്ടി അംഗം പീറ്ററാണ്. അതുപോലെ തന്നെ ഒരു ആദിവാസി പയ്യനുണ്ട്, ചിക്കിലി എന്ന് പറയുന്നത്. ചിക്കിലിയാണ് ചന്ദനമരം കടത്തിക്കൊണ്ട് പോകാതെ മോഹനൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഉറക്ക ഒളിച്ച് ഭാസ്കരൻ സാറിൻ്റെ കൂടെ നിൽക്കുന്ന ആദിവാസി പയ്യൻ ചിക്കിലി. അപ്പം ചിക്കിലിയും അത് ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ കഥാപാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭാസ്കരൻ സാറ്, അതായത് സാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഏറ്റവും വിലയുള്ളൊരു മനുഷ്യൻ ഒരൊറ്റ നിമിഷം കൊണ്ട് സമൂഹത്തിലെ ഏറ്റവും പരിഹാസ കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. അതായത് ഒരു കഥാപാത്രത്തിൻ്റെ പതനം നമുക്ക് കാണാൻ പറ്റും. അതായത് അഭിമാന ജീവിതത്തിൽ നിന്ന് ഏറ്റവും സുഗന്ധത്തിലിരുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ പതനം വളരെ വ്യക്തമായിട്ട് GR ഇന്ദുഗോപൻ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തിന് തൻ്റെ ചിതയിൽ എരിയുന്ന നിമിഷത്തിലെങ്കിലും തനിക്ക് സുഗന്ധം വേണം, ഈ തന്നെ കളിയാക്കിയ നാട്ടുകാരുടെ മുമ്പിൽ തൻ്റെ മകനെ പോലും വെറുതെ വിടാതെ, തൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ചെമ്പകത്തിൻ്റെ വീട്ടിൽ വേറെ പണിക്ക് പോയതാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയ നാട്ടുകാരുടെ മുമ്പിൽ സുഗന്ധത്തോടെ തനിക്ക് മരിക്കണമെന്നുള്ളൊരു വാശി അയാൾക്ക് വന്നു ചേരുന്നുണ്ട്. അങ്ങനെ തൻ്റെ ജന്മം അവസാനിക്കുമ്പോൾ അതൊരു സുഗന്ധത്തിൽ അവസാനിക്കണം എന്ന് വളരെയധികം നിശ്ചയദാർഢ്യമുള്ള ഒരു കഥാപാത്രമാണ് നമ്മുടെ ഭാസ്കരൻ സാർ എന്ന് പറയുന്നത്. പിന്നെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വിദേശത്തേക്ക് പോകുന്ന ബുദ്ധൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ചന്ദനമരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ശില്പങ്ങൾ പണിയാൻ പറ്റും എന്ന് മോഹനൻ പറയുന്നുണ്ട്. അപ്പം മോഹനൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്നാണ് ഈ ഒരു സാറ്, നല്ലൊരു മനുഷ്യനായിരുന്ന ഭാസ്കരൻ സാറ് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു
എന്താണ് ഒരു വേട്ടക്കാരനിലേക്ക് അല്ലെങ്കിൽ ഒരു ദേഷ്യം, ആ ഒരു പഴയ ഒരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് അയാൾ വന്ന് വീഴുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡബിൾ മോഹനനെ പറഞ്ഞിട്ട് അനുനയിപ്പിക്കാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല എങ്കിൽ ചെമ്പകത്തിനെ പോയി കാണാനൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട്, ഈ ശിഷ്യൻ ബാബു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾക്ക് ഇഷ്ടമല്ല ചെമ്പകത്തിൻ്റെ വീട്ടിൽ പോകാൻ. എന്നിട്ടും അയാൾ എന്തെങ്കിലും ഇത് നടന്നാൽ, കാരണം ചന്ദനത്തെ നോട്ടമിടരുതെന്ന് അവനോട് പറയണം എന്നുള്ളൊരു ഒറ്റ കാര്യം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെമ്പകത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും മോഹനൻ അവൻ്റെ ലക്ഷ്യം മാറ്റുന്നില്ല. അപ്പോൾ ഇവിടെ സ്വയം ദഹിച്ച് പേരുദോഷം മാറ്റാൻ നോക്കുന്ന ഭാസ്കരൻ സാറും അതുപോലെ തന്നെ രാത്രിയിലെത്തുന്ന മോഹനന് വെടിയേൽക്കുന്നതും പിന്നീട് മുറിവുമായി വന്ന് ചന്ദനമരത്തെ തൊഴുന്നതെല്ലാം വളരെയധികം ഭംഗിയായിട്ടാണ് കഥാകൃത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ദുർഗന്ധം, അതായത് നമുക്കിവിടെ ദുർഗന്ധത്തിൻ്റെ കാര്യം, അതുപോലെ സുഗന്ധം, ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഈ ഒരു നോവലിൽ. കാരണം ഒരു ദിവസം ഭാസ്കരൻ സാറിന് വയറിളകുന്നുണ്ട്. ഈ വയറിളകി അയാൾ കിടക്കുന്ന സമയത്ത് ഈ ദുർഗന്ധത്തിൽ നിന്നാണ് മോഹനൻ സാറിനെ വാരിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് തിരിച്ചയാൾ വീട്ടിലെത്തുമ്പോഴേക്കും ഈ മരം അവിടെ കാണുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ സാറ് പിന്നീട് ഒരു പിണക്കത്തിന് പോകുന്നില്ല, അല്ലെങ്കിൽ അത് ചോദിക്കാൻ, അല്ലെങ്കിൽ അതിന് പ്രതികാരം എടുക്കാനൊന്നും അയാൾ പോകുന്നില്ല. അയാളുടെ ആ ഒരു എന്താണ് ആ ഒരു ദേഷ്യവും വാശിയൊക്കെ അവിടെ അവസാനിപ്പിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ 2 പ്രധാന ഗന്ധങ്ങൾ, സുഗന്ധവും ദുർഗന്ധവും, നമുക്ക് ഈ ഒരു നോവലിൽ പ്രധാന കഥാപാത്രങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ജീവിതം മുഴുവനും ഈ പറയുന്ന പിന്തുടരുന്ന ആ നാറ്റത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ അയാൾ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നോവലിൽ പറയുന്നുണ്ട് ഭാസ്കരൻ സാറിൻ്റെ. അതുപോലെ തന്നെ സമൂഹം മലിനപ്പെടുത്തിയ സ്ത്രീകളാണ് ചൈതന്യവും ചെമ്പകവും. അതായത് ജന്മന അവരങ്ങനെയല്ലല്ലോ, ഈ നാട്ടുകാർ തന്നെയല്ലേ അവരിങ്ങനെ ആക്കിയത്. അപ്പോൾ ആ ഒരു ദുർഗന്ധം പേറി ജീവിക്കുന്ന സ്ത്രീകൾ, അവർ സുഗന്ധത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു. എന്നാൽ സുഗന്ധത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അതായത് വളരെ നല്ല പൊസിഷനിൽ ഇരുന്നൊരു മനുഷ്യൻ നേരെ തിരിച്ച് ദുർഗന്ധത്തിലേക്ക് വരുന്ന ആ ഒരു കാര്യവും ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നോവലിൽ മണ്ണിനും പെണ്ണിനും ഒരേപോലെ പ്രാധാന്യം ഇന്ദുഗോപൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വന്തം വിസർജ്യങ്ങൾ കൊണ്ട്, അതായത് വയറിളകി കിടന്ന ഭാസ്കരൻ സാറിനെ നിസ്സഹായമായുള്ള ആ ഒരവസ്ഥയിൽ, നിസ്സഹായനായി കിടക്കുന്ന ആ ഒരവസ്ഥയിൽ സാറിനെ കഴുകി വൃത്തിയാക്കുന്ന നമ്മുടെ മോഹനന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധൻ്റെ ചിത്രം അവിടെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒത്തിരി അയാളെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്കൂളിലൊക്കെ സാറ് വേട്ടയാടിയിട്ടുണ്ട്. ഇപ്പോഴും സാറ് അവനോട് ദേഷ്യം കാണിക്കുന്നു. പക്ഷേ വേണമെങ്കിൽ ഒരുപക്ഷെ അയാൾ ആ വയറിളകി കിടക്കുന്ന സമയത്ത് ആ മരം മുറിച്ചുകൊണ്ട് പോകാമായിരുന്നു. പക്ഷെ അവനത് ചെയ്യുന്നില്ല. അയാളെ എത്തേണ്ടിടത്ത് എത്തിക്കുന്നുണ്ട്. അയാൾ മരിച്ചു പോകരുത്, അയാൾ രക്ഷപ്പെടണം, അയാൾ തൻ്റെ ഈ പറഞ്ഞ പോലെ ഗുരുവാണ് ഒരു ചിന്ത മോഹനനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ നാറ്റത്തിൽ നിന്നും, അല്ലെങ്കിൽ അയാളുടെ വിസർജനം ഈ പറഞ്ഞ പോലെ തന്നെ എടുത്ത് മാറ്റി അവൻ സാറിനെ കോരിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മുടെ നോവലിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മോഹനന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു ബുദ്ധൻ്റെ ഒരു ആത്മീയത നമുക്ക് ദർശിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിനും പെണ്ണിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചെമ്പകത്തിനും അതുപോലെ തന്നെ ചൈതന്യത്തിനും ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ നോവലിസ്റ്റ് അവർക്ക് ഒരു നല്ലൊരു കഥാപാത്രങ്ങളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദനമരവും ഈ പറഞ്ഞ പോലെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് നമുക്ക് പറയാം. കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചന്ദനമരം തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് നമുക്ക് പറയാം. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇവരുടെ കഥാപാത്രങ്ങളുടെ പേര് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഈ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും മോശമായിട്ട് മറ്റു പുരുഷന്മാരായിട്ട് ബന്ധമുള്ള ഒരു സാധാരണ സ്ത്രീ, അവൾക്ക് നോവലിസ്റ്റ് എഴുതിയിരിക്കുന്ന പേര് ചെമ്പകം എന്നാണ്. അതായത് സുഗന്ധം, ഏറ്റവും സുഗന്ധമുള്ള പൂവിൻ്റെ പേരാണ് അവൾക്ക് കൊടുത്തിരിക്കുന്നത്, ചെമ്പകം. അതുപോലെ തന്നെ അവളുടെ മകൾക്ക് കൊടുത്തിരിക്കുന്ന പേര് ചൈതന്യം. അതായത് ചൈതന്യം പരത്തുന്നവളാണ് ചൈതന്യം. ആട്ടുമല എന്ന ആ ഒരു മല വെട്ടി ഒതുക്കി ചൈതന്യമല
എന്ന പേര് മാറ്റാൻ ശ്രമിക്കുന്ന മോഹനൻ്റെ പെണ്ണ്, അവൾക്ക് പേര് എന്താണ്? ചൈതന്യം എന്നാണ്. അപ്പോൾ ആ ഒരു ചൈതന്യം പരത്തുന്ന സ്ത്രീ അല്ലെങ്കിൽ ചൈതന്യം പ്രകാശിപ്പിക്കുന്ന ഒരു സ്ത്രീ, എന്തോ ഒരു പ്രത്യേക ഒരു 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 സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ഒരു പവറുള്ള അല്ലെങ്കിൽ ഒരു ശക്തിയുള്ള ഒരു സ്ത്രീ, അതാണ് ചൈതന്യം. അപ്പോൾ അവൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാസ്കരൻ സാറിൻ്റെ പേര്. ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ പര്യായ പദമാണ് ഭാസ്കരൻ. അപ്പോൾ ഏറ്റവും പ്രകാശമുള്ള, ഏറ്റവും പവറുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യം തന്നെയാണ് സൂര്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ അത്രയും എന്താണ്, അതുമായിട്ട് ഏകദേശം കണക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്, ഒരു വ്യക്തിത്വം തന്നെയാണ് ഭാസ്കരൻ സാർ. അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ പേര് ഭാസ്കരൻ. പിന്നെ അതുപോലെ തന്നെ പൗരുഷം, ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഈ പറഞ്ഞ ചന്ദനം കടത്തിക്കൊണ്ടു പോകുന്ന ഒരു കൊള്ളക്കാരൻ, മറ്റുള്ളവർക്ക് പേടി സ്വപ്നമായിട്ടുള്ള ഡബിൾ മോഹനൻ, അതായത് ഇരട്ട പൗരുഷമുള്ളവൻ, അവന് ഇട്ടിരിക്കുന്ന പേര് ഡബിൾ മോഹനൻ. അതായത് സൂര്യൻ്റെ ശക്തിയുള്ള ഭാസ്കരൻ സാറിനെ പറ്റിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചന്ദനമരം കൊണ്ടുപോകാൻ വരുന്നവന് അത്രയും പൗരുഷം വേണം. അവനിട്ടിരിക്കുന്ന പേരാണ് ഡബിൾ മോഹനൻ. പിന്നീട് അവൻ്റെ പേര് സാൻഡൽ മോഹനൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മണ്ണിനും പെണ്ണിനും ഒരേപോലെ ഒരു എന്താണ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നോവൽ തന്നെയാണ് GR ഇന്ദുഗോപൻ്റെ ഈ ഒരു വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ചെറിയ നോവൽ. സോ ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച കഥാപാത്ര നിരൂപണം, അല്ലെങ്കിൽ പ്രധാനമായിട്ടും കഥാപാത്രങ്ങളെ പറ്റിയും അതുപോലെ അതിന് കൂടെ കൂട്ടിച്ചേർത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് യു എൻജോയ് ദ വീഡിയോ. സോ ഫോർ മോർ ലിറ്ററേച്ചർ കണ്ടന്റ് വീഡിയോസ് just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.